കപ്പയല്ലേ? ചൂട് കപ്പയും ചിക്കനും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീണ്ടും ഒരു കപ്പ് ഇരിക്കുന്ന വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഈ കപ്പൊക്കെ നമ്മൾ ഒന്നും വളർന്നു വിട്ടിട്ടില്ല, ജസ്റ്റ് കൊള്ളിയായിട്ട് ഇവിടെ വെച്ച് കൊടുത്തതാണ്. നമുക്ക് കരിമണം പുഴുണ്ട് അതിൻ്റെ മേലെ. കരിമ്പടമ്പുഴു അങ്ങോട്ടൊന്നോ ആരിട്ടെ അങ്ങോട്ട് മടി പോന്ന്. അതെ, കപ്പയല്ലേ പുറത്ത്, കപ്പയല്ലേ പുറത്ത് കാണുന്നത്. അത്രക്കാരൻ കപ്പൊന്നും ഉണ്ടാവൂല. ഞാനാ എടുക്കുന്നുണ്ട്. ഇത് കുഞ്ഞി കപ്പയല്ലേ, ഒന്നും ഇടാതെ കൊണ്ട് കാര്യമായിട്ടൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല. ചീന് പോയി. സമയായില്ലേ? ഒന്നുമില്ല, ഇതാള്ളൂ. കുറവായില്ലോ അല്ലേ കപ്പ? നമ്മൾ വളർന്നു വിടാതെ കൊണ്ട് കാര്യമായിട്ട് കപ്പയൊന്നും കിട്ടിയിട്ടില്ല, ജസ്റ്റ് കൊള്ളി മാത്രം വെച്ചെടുത്തതാണ്. അതുകൊണ്ട് ഒന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ കപ്പ പൊരിക്കേണ്ട സമയമായിട്ടില്ല. നമ്മളിനി നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വെച്ചത് കൊണ്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ ഇങ്ങനെ കളച്ചെടുക്കുന്നതേ ഉള്ളൂ. ഇത്ര കപ്പ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് നോക്കണ്ട, അന്ന് ണ്ടല്ലോ. പിന്നെ നമ്മൾ ഇന്ന് കളച്ച കപ്പയാണ്. നമ്മൾ വിചാരിച്ചെടുത്ത് നമുക്ക് കപ്പ കിട്ടിയിട്ടില്ല. പിന്നെ അതിന് കാര്യത്തിൽ നമ്മൾ വളമോ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വിചാരിച്ച അത്രയൊന്നും നമുക്ക് കിട്ടിയിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മളെ വീട്ടിലേക്ക് നമുക്ക് ആവശ്യമായ കപ്പ കിട്ടീന്. നമുക്ക് പിന്നെ ക്ഷമയില്ലാതെ കൊണ്ട് നമ്മൾ കപ്പ കളച്ചതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇന്നത്തേക്ക് മാത്രമല്ല, ഇന്നത്തേക്കും ആവശ്യമുണ്ട്. പിന്നെ എന്നാലും ബാക്കിയായിരിക്കും. അത്രയും നമുക്ക് കപ്പ കിട്ടിയിട്ടുള്ളൂ. നമ്മളിതിനെ ഇന്ന് നമ്മൾ കപ്പ വേവിച്ചതും പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു, ചിക്കൻ കറിയും വന്ന്. നമുക്കിന്ന് കപ്പ എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് നോക്കാം. എന്നോട് കൊത്തായിട്ട് ആവാൻ കൊട്ട അതിനുള്ളിൽ.
പറയുന്നത് കേൾക്കാം. ഇപ്പൊ കപ്പൊക്കെ ഇങ്ങനെ കൊട്ടാന്ന് ഇതിന്റെ അറ്റത്ത് കപ്പ ആവാണ്ട് നിന്നാലും ശരിയായ മൂപ്പ് എത്താണ്ട് നിന്നാലാണ് ഇതിന് കപ്പൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ കൊട്ടുണ്ടാകാന്ന് പറയുന്നത് നിൽക്കുക. ശരിയാണോന്ന് അറിയില്ല, അങ്ങനെ പറയുന്ന ആൾക്കാർ, പണ്ടത്തെ ആൾക്കാർ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ അല്ലെങ്കിലും ക്ഷമിക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നല്ല കൊട്ട കേട്ടോ ഇതാ. ഇപ്പം 2 കപ്പേനെ അറ്റം പൊളിച്ചിട്ട് വെക്കുമ്പോൾ ഇത് നല്ല 2 ഇതാ, നല്ല ഇവിടെയൊക്കെ ഭയങ്കര നല്ല കൊട്ട അറ്റത്തിൻ്റെത്തോളം. കുറച്ച് സാധാരണ ഇത്രയും കൊട്ട് കാണില്ല, ഇതിന് കുറച്ച് കൊട്ട് കൂടുതലാണ്. അതിൻ്റെ വളമായിട്ടില്ല എന്ന് തോന്നുന്നു. ഇതാ ഭയങ്കര സോഫ്റ്റ്. പണ്ട് കാലത്ത് നമ്മൾ കപ്പേനെ കൊണ്ടിങ്ങനെ ആയില്ലേ, ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് പല്ലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ രക്ഷീനെ പോലെ വെക്കൂലേ. എനിക്ക് മറന്നു പോയി അതെങ്ങനെയാണ് വെക്കുന്നത്. എനിക്ക് ലാസ്റ്റ് കാണിച്ചെടുക്കാം ഇങ്ങനെ വെക്കുക. ഇങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ പല്ലിൻ്റെ ഉള്ളിൽ വെക്കും. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാവേ. ഇത് ക്ലീൻ ചെയ്തിട്ട് വരുന്നു. ഈ കപ്പ കണ്ടോ, ഫുള്ള് കൊട്ടാണ്. ആയിട്ടില്ല എന്ന് തോന്നുന്നു. ആവാണ്ടിരുന്നാലും ഇങ്ങനെ കൊട്ട് വരുവാന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. ആയിട്ടില്ല. ഇതാ ഫുള്ള് കൊട്ട. ഈ ഒരു സൈഡ് മാത്രം ആയിട്ടില്ല, ഇവിടെയൊക്കെ ഫുള്ള് കൊട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കപ്പ പൊരിക്കാനായിട്ട് 6 മാസമാകുന്നാളും കപ്പ വെച്ചിട്ട് നമുക്ക് ധൃതി കൊണ്ട് പൊരിച്ചതാണ്. പിന്നെ നമ്മളെ വീട്ടിലെ ആവശ്യത്തിനല്ലേ ആയിട്ടുണ്ട്. ഇതിന് മുന്നേ ഒരു കപ്പ പൊരിച്ചപ്പോൾ അത് ഏകദേശം ഒന്നും ആയിട്ടുണ്ടായിരുന്നു. ഇതിലും കൂടുതൽ പിന്നെ നമുക്ക് വിളവ് ലഭിക്കുകയും ചെയ്തതിന്. ഇതിപ്പം കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അതാണ് ഇതിപ്പം ഫുള്ള് കൊട്ട. ഇത് നമുക്കിപ്പം ഉപയോഗിക്കാൻ പറ്റൂല. നമുക്ക് ഈ ചെറിയ കഷ്ണം അതിൻ്റെ ഇങ്ങപ്പുറത്തെല്ലാം കൊട്ട തന്നെയാണ്. ഇതെല്ലാം ഫുള്ള് എല്ലാം കൊത്തണിക്ക് ഭയങ്കര പണിയാ. എൻ്റെ കത്തി കഴിയുന്നില്ല കൊട്ട. അപ്പൊ ശരി ഗൈസ്, നമുക്ക് കപ്പ ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ട് കാണാം. ഞാൻ ഇത് കൈയൊക്കെ കഴുകിയിട്ട് ഞാനിത് പല്ലിന് വെച്ച് കാണിച്ചു തരാം. ഓക്കെ, കപ്പയൊക്കെ തോലുപൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് യക്ഷിപ്പല്ല് എങ്ങനെയാണ് ആക്കുന്നത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കപ്പ കുക്ക് ചെയ്യാൻ പോവാം. ഇതിനിപ്പോൾ ഓരോ ഭാഗത്തേക്കും ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മുറിച്ച് ഒരു സൈഡിൽ നിന്ന് ഇതാ ഇങ്ങനെ മുറിച്ചിട്ട് അടിയിലോട്ട് ഇങ്ങനെ ഓരോ വി ഷേപ്പാക്കി എടുക്കുക കേട്ടോ. ഇത് എനിക്കിതാക്കാൻ അറിയാതുകൊണ്ട് എൻ്റെ അച്ഛന് കൊടുത്തിട്ടുള്ള അച്ഛനാ മുറിച്ച് ശരിയാക്കി തരുന്നത്. പണ്ട് കാലത്ത് നമ്മൾ ചെറുപ്പത്തിലെല്ലാം കപ്പ ഇങ്ങനെ തോല് പൊളിക്കുന്ന സമയത്ത് ഇങ്ങനെ ആക്കിയിട്ട് വെക്കാറുണ്ടായിരുന്നു, വളരെ ചെറിയ കുട്ടിക്കാലത്ത്. ഇത്ര എണ്ണം പോരെ? പോരെ? ഇത്ര
എൻ്റെ വായിക്കാണോ ഇതാണ് സാധനം. പല്ലിന് നിറവ് ഇപ്പുറത്ത് വെക്കാം നമുക്ക്. ഇപ്പുറത്ത് നിറവുണ്ട്, ഇപ്പുറത്ത് നിറവില്ല. കേട്ടാ പല്ല് നമ്മൾ കപ്പേന്റെ തോലിനെ കൊണ്ടുണ്ടാക്കിയ യക്ഷിപ്പല്ലാണ്. ഇതിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ എടുത്ത് നമ്മളെ വായിലേക്ക് വെക്കുവാണ്ടേ. ഞാൻ വിളിച്ച് കാണിച്ചു തരാം. മണ്ണിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറ്റി വെക്കുക. അപ്പൊ ഒരു യക്ഷി വെക്കില്ലേ? ഇങ്ങനെയാണ്. ഇതെന്റെ അച്ഛനാട്ടെ എനിക്ക് കാണിച്ചു തന്നെ. പണ്ട് കുട്ടിക്കാലത്താക്കി ഓർമ്മ വേണ്ടി എനിക്ക് അച്ഛനാണ് ഇതാക്കി തന്നത്. പിന്നെ പണ്ട് കുട്ടിക്കാലത്തപ്പോൾ ഇങ്ങനെ ആയി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നൊന്നും ശരിയായിട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞത് അച്ഛനാണ് ആക്കി തന്നെ. കുട്ടിക്കാലത്തെ പിന്നെ ആക്കി തന്നെ ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ ഇപ്പാന്ന് ഒന്ന് ആക്കി നോക്കിയത്. നിങ്ങളെ കുട്ടിക്കാലത്തിൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടാ. കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ ഇന്നേരം ആക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി നോക്കുക. ഒരു എന്റർടൈൻമെന്റ്. കപ്പ ഇതുപോലെ ഓരോന്നായിട്ട് കഴുകിയെടുത്ത് നമ്മുടെ മണ്ണും ഉണ്ടാവുമല്ലോ, ഇതുപോലെ മണ്ണെല്ലാം ഉണ്ടാവും. കഴുകി കഴുകിയുടെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കൊത്തി കൊത്തി പീസാക്കി വേവിക്കാൻ എടുക്കുന്ന രീതിയിൽ എടുക്കാം. ചള്ള അങ്ങനെ വേണം അയ്യമ്മ. മഞ്ഞച്ചെള്ളം വെള്ളം വേണോ? നമുക്കിതെല്ലാം ഇങ്ങനെ ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇടാം കേട്ടോ. ഓക്കെ, കുക്കറിലിട്ടിട്ട് ഇതിനെ വേവിച്ചെടുക്കാം. 2 വിസിൽ മതിയില്ലേ? ചട്ടിയില്ലേ? അല്ലേ മാം? 1 മതിയാ? ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ഇട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇതിന് വേണ്ടുന്ന വെള്ളം ഒഴിച്ചിട്ട് മുങ്ങുന്ന വെള്ളം വേണ്ടേ? വേണം. ഇതിന് മുങ്ങാനുള്ള വെള്ളവും
പറയാൻ കൊണ്ടുവന്നിട്ട്. ഇതിപ്പോ നമ്മൾ നേരത്തെ വെച്ച കഴിഞ്ഞ് ഇപ്പൊ ഒരു വിസിൽ വന്നിട്ട് ഇപ്പൊ അതിന്റെ കുറച്ച് സമയം ഇതിന്റെ എയറൊക്കെ പോയിട്ടുണ്ട്. വിസിൽ വരാം. എന്നിട്ട് നല്ലപോലെ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ടെസ്റ്റ് ചെയ്ത് നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കതിന് ഇതിൻ്റെ വെള്ളം മുഴുവനായിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഞാൻ ഇങ്ങനെ അരിക്കുന്നത് അത് ചൂടുള്ളതാണ്, ശ്രദ്ധിച്ചിട്ടല്ല അരിക്കണം. നമ്മൾ ആവി കയറാനൊന്നും പാടില്ല. ഇത് നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ ആക്കിയ കായമുളക് കേട്ടോ, അതാണ് ഇങ്ങനത്തെ കളർ. ആ പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് നോക്കാം. തേങ്ങയും ചേർത്ത് കൊടുക്കാം. സോറി ഗൈസ്, ചക്കപ്പൊയ്ക്കല്ല കപ്പപ്പൊയ്ക്ക് മാറിപ്പോയി. കപ്പപ്പൊയ്ക്ക് റെഡി ആയിട്ടുണ്ട്. കഴിച്ചു വേവ് കുറഞ്ഞ കേങ്ങാട്ട നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് കയ്യോടെ കഴിച്ചു നോക്കാം. ഒരു പ്ലേറ്റ് എടുത്ത് ഉടച്ചിട്ട് ഇങ്ങനെ കഴിക്കും. ചിലയാൾ ഇങ്ങനെ ഡയറക്റ്റ് ഉടക്കാണ്ട് കഴിക്കും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടത്തിനുള്ള എല്ലാം ആക്കാം. ഇങ്ങനെ ഇപ്പം നമ്മളിങ്ങനെ ഉടച്ചിട്ടാണ് ആക്കിയത്. ചിലയാൾ എടുക്കാം ഇങ്ങനെ ഉടക്കാണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ളത് എടുക്കും. നമുക്കിനി ചിക്കൻ കറി കൂട്ടിയിട്ട് തന്നെ കഴിച്ച് നോക്കാം. ചൂട് കപ്പയും കഷ്ണം ഇങ്ങനെ പൊടിച്ചെടുത്ത് കപ്പ
നമ്മുടെ കപ്പ കിട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ പോന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.